ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു പാർട്ടി വ്ളോഗാണ്. അതിലുണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ആദ്യം തന്നെ ചെമ്മീനാണ് വൃത്തിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടും നമ്മൾ ചെമ്മീൻ ബിരിയാണിയും പിന്നെ ബീഫ് വരട്ടും നെയ്പ്പത്തലും പിന്നെ നൈസ് പത്രയൊക്കെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് സ്റ്റൂ ആണ്. അപ്പം അതൊക്കെയുണ്ട്. പക്ഷെ ആദ്യം തന്നെ ഞാൻ ചെമ്മീനാണ് ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തലഭാഗം ഒഴിവാക്കി കൊടുത്തു, അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്തു. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ആ ചെമ്മീൻ്റെ ആ നൂലില്ലേ അതങ്ങ് വലിച്ചൂരി എടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വൃത്തിയായി. അപ്പോൾ തോടൊന്നും കളയണ്ട. ഇതുപോലെ വലിയ ചെമ്മീനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാം. ശേഷം നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകിയാൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ചെമ്മീൻ വൃത്തിയാക്കുന്ന കണ്ടില്ലേ. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ചെമ്മീനും വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ നൂലൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തല ഒഴിവാക്കും കേട്ടോ, പക്ഷെ നമ്മുടെ ഇതിൻ്റെ തൊണ്ടൊന്നും ഒഴിവാക്കില്ല. അപ്പോൾ ഇതിന് ശേഷം കല്ലുപ്പിട്ട് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു 3 പ്രാവശ്യം ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി ഇതുപോലെ ഓരോന്നായിട്ട് വൃത്തിയാക്കിയെടുത്തു. നമ്മൾ ഇതുപോലെ അങ്ങ് ബിരിയാണിക്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് മസാല കൂട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം, ഒരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം, ഇതൊരു 1/2 കിലോനും കുറച്ചധികം ഉണ്ടാവും കേട്ടോ നമ്മളെ ചെമ്മീൻ. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും 2 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. കോൺഫ്ലോറിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മസാല പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ചെമ്മീനിലേക്കും മസാല പിടിക്കുന്ന പരുവത്തിൽ നമ്മളിതങ്ങ് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് തന്നെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വയ്ക്കാം. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാതിരിക്കുക. ഒന്ന് തോടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിതാ നമ്മുടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് കൊടുത്ത് നമുക്ക് തങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വശം വേവുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിപ്പ് ചുരുങ്ങത്തുമില്ല, എന്നാൽ ചെമ്മീന് വലുപ്പം തോന്നും ചെയ്യും. അപ്പോൾ അപ്പോഴേക്കും ഞാൻ അത്രയും വെജീസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക്, ഒരു ബൾബ് വെളുത്തുള്ളി, 3 തക്കാളി, പിന്നെ ഒരു 3 വലിയ ഉള്ളി, പിന്നെ ഒരു 3 ഇഞ്ചോളം വലിപ്പമുള്ള ഇഞ്ചി. ഇപ്പോൾ ഇത്രയും ഗരം മസാലയ്ക്ക് വേണ്ടി പൊടിക്കാനും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഒരു ചെമ്പെടുത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് വലിയുള്ളി, തക്കാളി എല്ലാം അരിഞ്ഞെടുത്തും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളും കാണിച്ചിരുന്നു. അത്രയും ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ലാഗാവേണ്ട വിചാരിച്ചിട്ട് ചുരുക്കിയതാണ് കേട്ടോ. വലിയുള്ളിയൊക്കെ നന്നായി വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു 2 ചെറുനാരങ്ങയുടെ നീര് മാത്രം കുരയില്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു മസാല റെഡിയായി വന്നിട്ടുണ്ട്. മസാല റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ വലിയുള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് ഒരു പേസ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ മറ്റേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം നമ്മുടെ തൈരൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ തൈര് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ബിരിയാണിൻ്റെ റൈസിന് നിറം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനുശേഷം വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് മാത്രം കുക്ക് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ തിളച്ച് ചെറിയൊരു ഗ്രേവി ടൈപ്പാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയിലയും അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേട്ടും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴേക്കും ഞാൻ 1 കിലോ ഫസ്റ്റ് ക്വാളിറ്റി ജോക്കറിൻ്റെ അരി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ ബിരിയാണി ഇലയില്ലേ, രമ്പയില എന്നൊക്കെ പറയണ, അതിട്ട് ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ട് അടുപ്പിൽ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും തീ കത്തിക്കരുത്. തീ ഓഫ് ചെയ്യണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ ലെയറും ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗരം മസാല തൂവി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വലിയുള്ളി മൂപ്പിച്ചതും നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ചോറും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില തൂക്കി കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും തൂക്കി കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി തന്നെ ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞത് നെയ്യും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ അതും കൂടി മൂപ്പിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ നെയ്യ് ഒരുക്കിയെടുക്കണം കേട്ടോ. അതിൽ വേണം നമ്മുടെ വലിയുള്ളി മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതങ്ങ് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ബിരിയാണി ദം പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് വരട്ടിയതും നെയ്പ്പത്തലും ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ മറ്റ് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയും ഇതുപോലുള്ള നല്ല ബീഫ് സ്റ്റൂ കൂടി ഉണ്ടാക്കുന്ന റെസിപ്പി വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. കൂടാതെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് വരാം. സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.